ഹലോ ഗൈസ്, നമ്മുടെ മൈൻക്രാഫ്റ്റ് എക്സ്പയർ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ വീണ്ടും ഉള്ളത് മൈൻക്രാഫ്റ്റിൽ തന്നെയാണ്. നമ്മൾ ഓഫ് ക്യാമറയിൽ ഇതേ വീട് കൊണ്ടുവന്നായിരുന്നു. വീട് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇപ്പോൾ നമ്മൾ ബാക്കി പണിയാനാണ് ഇതിൽ വന്നേക്കുന്നത്. മാത്രമല്ല ഇന്ന് നമ്മളിതിൽ ഇൻറ്റീരിയറും ചെയ്യുന്നതാണ്. നമുക്കതിന് കുറച്ച് സ്റ്റോൺ വേണം. ഇത് ഞാൻ വോയിസ് ഓവർ ചെയ്യണതാണ്. അതുകൊണ്ട് കാര്യമായിട്ട് എന്തൊക്കെയാണ് ഇതിൽ ചെയ്യണേന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഞാനിതിൽ കുറച്ച് സ്റ്റോൺ മൈൻ ചെയ്യുന്നുണ്ട്. കുറച്ച് എത്ര സ്റ്റോണാണെന്ന് അറിയാം, 25 സ്റ്റോണാണെന്ന് തോന്നുന്നു. അത്രയും കാണിൽ മൈൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അല്ല 30 സ്റ്റോൺ അല്ല, അതിനേക്കാളും കൂടുതലുണ്ടല്ലോ. സ്റ്റോണിൽ നമ്മൾ മൈൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ മേളിൽ പോയിട്ട് കോബിൾ സ്റ്റോൺ മൈൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇച്ചിരി വാളുണ്ടാക്കണ്ട. എന്നിട്ട് മേളിൽ ബാൽക്കണി പോലെ വയ്ക്കാനാണ് പ്ലാൻ. അത് മേളിൽ കൊണ്ടുപോയിട്ട് ഇതൊക്കെ നമ്മളെന്നാൽ പൂർത്തിയാക്കണ്ട. ഇങ്ങനെ ഫുള്ളും കംപ്ലീറ്റ് ആക്കണ്ട. ഇവിടെ വെക്കണം. ഇത് വെച്ചിട്ട് കുറച്ച് സീനൊക്കെ നമ്മളതിൽ കട്ട് ചെയ്യും കേട്ടോ. കാരണം ഇത് ഇച്ചിരി കൂടുതലാണ് ഇപ്പോൾ ഈ എപ്പിസോഡിന്. അതുകൊണ്ട് ഞാൻ സ്പീഡ് കൂട്ടി വിട്ടേക്കുവാണ് ഇത് എപ്പിസോഡ്. ഇനി ഇത് ഫുള്ളും പണിയണം. പിന്നെ ജനലും പിടിപ്പിക്കണം. പിന്നെ ഇൻറ്റീരിയർ ഞാൻ കാര്യമായിട്ടൊന്നും ചെയ്യണം. പറ്റുന്ന അത്ര ഞാൻ ചെയ്യുന്നുണ്ട് ഇതിൽ ഇൻറ്റീരിയറൊക്കെ. എന്നിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡ് ഈ ആഴ്ച തന്നെ ഇടാൻ പറ്റുമോ എന്നൊക്കെ നോക്കാം. പിന്നെ ഇതിൽ കുറച്ച് സ്റ്റോൺ ഞാൻ മൈൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് വീണ്ടും എന്തിനാണെന്നറിയത്തില്ല. എന്നിട്ട് വീണ്ടും ഒരു പിക്കാക്സ് ഉണ്ടാക്കാൻ. നമ്മുടെ ഇപ്പോഴത്തെ പിക്കാക്സ് ഇപ്പോൾ പൊട്ടാറായി. പിന്നെ ഒരു ശവലുണ്ടാക്കുന്നുണ്ട്. പിന്നെ നമ്മളതിൽ റീസ്പോൺ ഉറങ്ങാൻ പോലും പറ്റില്ല. ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട്, പക്ഷേ ഉറങ്ങാൻ പറ്റില്ല. ഇരുട്ടായതുപോലെ തന്നെ ഉണ്ട്. അല്ല രാത്രി ആയാലും തന്നെ ഇപ്പോൾ കിടക്കുന്നുണ്ട്. എന്നിട്ടും ഇപ്പോൾ ഉറങ്ങാൻ പറ്റില്ല. ഇങ്ങനെ ഉറങ്ങാൻ പറ്റുന്ന ഫീച്ചർ വേണം. ഇതൊക്കെ എന്താ ക്ലിക്ക് ചെയ്യണേ. അതിന് നമുക്ക് ഇത് വീണ്ടും വയ്ക്കാം. ഇവിടെ ഒരു ജനൽ വരും. ഇവിടെ ഒരു ജനൽ വരാനുള്ള പ്ലാനാണിത്. എന്നിട്ട് ഇവിടെ 3 സ്ഥലത്തൊരു ഇവിടെ ജനലും ഈ 4 സൈഡിലും ഒരു ജനലുണ്ടാവും. എന്നിട്ട് ഇവിടെ ഒരു ബാൽക്കണി പോലെ ഉണ്ടാവും. പിന്നെ മേളൊരു സ്റ്റോർ റൂം പോലെ ആയിരിക്കും വയ്ക്കാൻ പോണേ. നമ്മൾ അയൺ ആർമറൊക്കെ കിട്ടി കഴിയുമ്പോൾ നമ്മുടെ സ്റ്റോൺ ടൂൾസ് അവിടെ കൊണ്ടുപോയിക്കും. പിന്നെ നമുക്ക് ഡയമണ്ട് ആർമർ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അയൺ ആർമർ അവിടെ ഒരു ആർമർ സ്റ്റാൻഡിൽ വയ്ക്കും. പിന്നെ അതായിരിക്കും നമ്മളവിടെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ പണ്ട് ഉപയോഗിച്ച് സ്റ്റോൺ ടൂൾസൊക്കെ അവിടെ കൊണ്ടുപോയിക്കും. അതൊക്കെ ആയിരിക്കും അവിടെ മേളിൽ ചെയ്യാൻ പോണത് നമ്മൾ. പിന്നെ വുഡൻ പിക്കേഴ്സൊന്നും വയ്ക്കണമെന്ന് വലിയ പ്ലാനൊന്നുമില്ല. അത് ഒരിക്കലും വയ്ക്കാനെങ്കിൽ പറ്റത്തില്ല. കാരണം അത് നമ്മൾ കൊണ്ടുപോയി കളഞ്ഞു. ഇനി നമുക്ക് പോയി കുറച്ച് ഫുഡ് വേണം. കാരണം നമ്മളിപ്പോൾ ഫുഡൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കൊല്ല് അവൻ ചത്തപ്പോൾ എന്ത് സമാധാനം. വേഗം കുക്കാവും. കഴിക്കുക. അത് ഫുള്ളാവും. അയ്യോ ഫുള്ളായില്ല. ഇനി വേറെ ഇതിൽ കൂടെ നടക്കണം. എല്ലാത്തിനും അങ്ങ് കൊല്ലണം. എല്ലാത്തിനും പൊറ്റണം, അത്രയും കൊല്ലണം. അത് വയ്ക്കണം. എന്നിട്ട് മട്ടൻ നമുക്ക് കഴിക്കാം. ഇനി അടുത്ത പരിപാടിയാണ് മരം വെട്ടാൻ പോകണം. മരം വെട്ടാൻ പോയതിന് ശേഷം മരം വെട്ടിയിട്ട് മരമൊക്കെ കിട്ടിയിട്ട് കാണാം. നമുക്കിപ്പോൾ ഗ്ലാസ് വയ്ക്കാം. എന്നിട്ട് മരം വച്ചാൽ മതി. അതിന് നമുക്ക് ഗ്ലാസ് ഇപ്പോൾ കുറച്ച് വെക്കണം. അങ്ങനെ ആയാൽ കാണാൻ ഇച്ചിരി മെനയുണ്ടാവുള്ളൂ. ആ ഗ്ലാസ് വച്ചിട്ട് ആ ഗ്ലാസ്സോട് ഇങ്ങനെ കരിക്കാൻ വെച്ചിട്ട് നമുക്ക് പോയി മരം വെട്ടാം. ഇതൊക്കെ കണക്ട് ചെയ്തിട്ട് വീട്ടിലേക്ക് എത്തിയിട്ട് കാണാം. നമ്മളതിപ്പോൾ ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മളിനിപ്പോൾ ഇതേ മരം വെട്ടാൻ പോവാണ്. ആ മരം എത്തിയിട്ട് കാണാം. നമ്മളത് വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മളത് ഫുഡും പ്ലാങ്കാക്കി ആയിട്ടുണ്ട്. ഇനി ഇതിൽ കൂടെ ഫുള്ളും അത് വയ്ക്കണം. ഇനി ഇത് നമ്മുടെ ഒരു ജനലുണ്ടാക്കാനുള്ള അത് ചെറിയൊരു പണിയാണ്. അതുകൊണ്ട് ഞാനിത് കാണിക്കുന്നുണ്ട് സ്ക്രീനിൽ. ഇതിപ്പോൾ ഇച്ചിരി നല്ല രീതിക്ക് തന്നെ വരണം. അതുകൊണ്ട് തന്നെ ഇത് ഒരു വട്ടം തെറ്റിപ്പോന്നൊക്കെ ഉണ്ട് എനിക്ക്. ഇതിങ്ങനെ വച്ചിട്ട്
ഇത് കാണാനൊരു ബലയില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ വേറൊരു രീതി ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ രീതിയിൽ വച്ചിട്ട് നടക്കുന്നങ്ങ് ചെയ്താൽ മതി. ഇതിങ്ങനെ ഇത് അതുപോലെ ഇങ്ങനെ വച്ചാൽ മതി. ഇവിടെ ഇപ്പോൾ എങ്ങനെയായിരുന്നു? ഇങ്ങനെ അങ്ങനെ തന്നെ ഇത് ഈ കട അങ്ങനെ വരച്ചിട്ട് രാത്രി ആവാറായി ഇങ്ങനെ വച്ചിട്ട് രാത്രി ഒന്നും ചെയ്യുന്നില്ല. റെഡി ആയിട്ടുണ്ട്. ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കിടന്നുറങ്ങാം. എന്നിട്ട് പിന്നെ ഇൻറ്റീരിയറൊക്കെ കാര്യമായിട്ടെല്ലാം ചെയ്യുന്നുണ്ടോയെന്ന് വെച്ചാൽ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല, ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇനി നമുക്ക് പോയി കിടന്നുറങ്ങാം. ഇനി നമുക്ക് അടുത്തതൊക്കെ ചെയ്യാം. ഒരു ഡോർ ഉണ്ടാക്കിയിട്ട് അത് ഇതിൽ കൂടെ വയ്ക്കാം. നമുക്കിനി മേളിൽ ഒരു ജനലും കൂടെ പണിയാം. വേഗം പണി. എന്നിട്ട് നമുക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് ജനൽ വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇൻറ്റീരിയറൊക്കെ ചെയ്യാം. ഇവിടെയും കൂടെ പ്ലാങ്ക് വെക്കണം. എന്നിട്ട് ഇവിടെ ഞാൻ ജനൽ വെക്കണില്ല കേട്ടോ. ഇവിടെയൊക്കെ വേറൊരു പ്ലാൻ ഉണ്ട്, അതുകൊണ്ട് ഞാനിവിടെ ജനൽ വയ്ക്കുന്നില്ല. ഇതിങ്ങനെ കറക്റ്റായിട്ടാണ് വന്നേക്കണേ. അങ്ങനെ വെച്ചാൽ കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ അങ്ങ് വെക്കണം. എന്നിട്ട് അവിടെ താഴെ ഇതിൻ്റെ മേലേക്കൂടെ കുറച്ച് പ്ലാങ്ക് ഇങ്ങനെ വെക്കണം. എന്നിട്ട് അതിൻ്റെ മേലേക്ക് വരുമ്പോൾ ലാഡർ പോലെ ഉണ്ടാക്കണം. അതിൽ കൂടെ നമ്മൾ മേളിലേക്ക് അവിടെ ഇരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വയ്ക്കാൻ മതി. ഇപ്പം അതൊന്നും വയ്ക്കുന്നില്ല. വേഗം വയ്ക്കേ വേഗം വയ്ക്കേ. നമ്മൾ മേലത്തെ ഫുള്ളിങ്ങ് വച്ചിട്ടുണ്ട്. ഇനി താഴെ പോയിട്ട് നമുക്ക് ഇത് ഫുള്ളും കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ജനൽ വയ്ക്കാം. ജനൽ വെച്ചിട്ട് കാണാം. നമ്മൾ ജനലൊക്കെ വച്ചിട്ടുണ്ട്. നമ്മൾ മേളിൽ പോയിട്ട് നമുക്ക് നേരത്തെ പറഞ്ഞ കാര്യം ചെയ്യാം. ഇതിൽ കൂടെ പ്ലാങ്ങൊക്കെ വെച്ചിട്ട് നമുക്ക് ഇനി പോയി കുറച്ച് സ്ലാബ് ഉണ്ടാക്കണം. ആ സ്ലാബ് ഉണ്ടാക്കിയിട്ട് ഒരു രീതിയിൽ ജനൽ പോലെ വയ്ക്കാം. വേഗം വയ്ക്കുക. എന്നിട്ട് നമുക്ക് അത് പോയി വയ്ക്കാം. ഇങ്ങനെ അതൊരു കാണാനൊരു മെനയില്ലാത്തതുകൊണ്ട് തന്നെ ഞാനത് മാറ്റുന്നുണ്ട്. എന്നിട്ടത് മേളിലേക്ക് വയ്ക്കാം. ഇപ്പം ഇത് കാണാൻ നല്ല അത്യാവശ്യം രസമുള്ളൊരു വെറൈറ്റി രീതിയിലില്ലേ. ഇനി നമുക്ക് എന്ത് വേണം? പെയിൻറ്റിങ് വേണം. പെയിൻറ്റിങ് ഇത്രയും 3 പെയിൻറ്റിങ്ങാണ് നമുക്ക് ഇപ്പം ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൂ. ആ പെയിൻറ്റിങ് ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് ഇതിൽ കൂടെ വയ്ക്കാം. അതൊരു അങ്ങനെ വേണ്ട. ഇതെവിടെ ഇത് അടിപൊളിയുണ്ട്. ഇതൊക്കെ തന്നെ മതി. അടിപൊളിയുണ്ട്. ഇതിൽ കൂടെ ഒക്കെ ഇരുന്ന് പുറത്തേക്കൂടെ ഒക്കെ നോക്കണം. പിന്നെ ബെഡ് വേറെ രീതിയിൽ വയ്ക്കാം. ഇങ്ങനെ വെച്ചിട്ട് താഴേക്കൊരു ബെഡ് വയ്ക്കാം. എന്നിട്ട് വേറൊരു പണിയുണ്ട്. ഇനി കുറച്ച് ട്രാപ്പ് ഡോറിന് ആ ട്രാപ്പ് ഡോർ ഇട്ടിട്ട് കാണാം. നമുക്കിപ്പോൾ ഇനി ട്രാപ്പ് ഡോർ ബോട്ട് അറിയാണ്ട് ഇപ്പോൾ ഉണ്ടാക്കി ഇനി ട്രാപ്പ് ഡോർ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിലെങ്ങനെ കാണാനായിരിക്കും അടിപൊളി? ഇങ്ങനെ കാണാനാണോ അതോ അല്ലാണ്ട് കാണാനാണോ അടിപൊളി? പുറത്തൊരു ക്രീപ്പർ. ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കണ്ടായിരുന്നു പുറത്ത് 2-3 ക്രീപ്പർ ഇരിക്കണേ. ഇനി പുറത്തേക്കായ സീന. ഇനി അകത്ത് തന്നെ നിൽക്കാം. ഇത് കാണാൻ തന്നെ അടിപൊളിയായിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് സ്ലാബ് ഉണ്ടാക്കിയിട്ട് ഈ രീതിയിൽ വയ്ക്കാം. ഇങ്ങനെ വയ്ക്കാം. ഇത് കാണാൻ അടിപൊളിയുണ്ട്. നമുക്കിത് കുറച്ച് പ്രോക്ക് ചോക്ക് വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇവിടെ അവിടെ വേണ്ട, നമുക്ക് എവിടെയെങ്കിലും കൊണ്ട് ഇത് വയ്ക്കാം. ഇങ്ങനെ
ഇന്നത്തെ എപ്പിസോഡ് ഇത്രയുള്ളൂ. ബായ്.